എന്റെ ഈ വേഷഭൂഷാദികൾ കണ്ടിട്ട് നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലേ? തമ്പുരാനെ ഞാൻ എവിടെയോ കണ്ടു മറന്ന പോലെ. അതോ ഇനി എന്റെ തോന്നലാണോ? ഞാൻ എന്റെ മഹാദേവ, ഇത് നമ്മുടെ മഹാബലിയല്ലേ? അങ്ങ് എങ്ങനെയാണ് ഈ പ്രതിമയ്ക്കുള്ളിൽപ്പെട്ടത്? കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞാൻ ഈ പ്രതിമയ്ക്കുള്ളിലായിരുന്നു. അതും ആ വലിയകുളം തിരുമേനിയുടെ ഇല്ലത്ത്. ദേ ഈ നിൽക്കുന്ന SI സാറിന്റെ സഹായത്തോടുകൂടിയാ എന്നെ പിടിച്ചിതിനകത്താക്കിയത്. അയ്യോ, ഞാൻ ദൈവദോഷം പറയരുത്. ഞാൻ അങ്ങനെ ആരെയും കുപ്പിയിലാക്കിയിട്ടില്ല. മഹാബലിക്ക് ആളും അറിയതാവും. എന്തിനെ കിട്ടിയാലും അകത്താക്കുന്ന ഈ കാലത്ത് ഞങ്ങളുടെ മാവേലി തമ്പുരാനെ കൂടി ഈ പ്രതിമയ്ക്കുള്ളിലാക്കിയില്ലേ ഈ കസ്ബലന്മാര്. അതാ സങ്കടം. ഇതാ പിള്ളേര് രണ്ടുപേരല്ലേ ആ ബഹളം ഉണ്ടാക്കിയവന്മാര്? എന്തായാലും മാവേലി തമ്പുരാൻ പുറത്തായല്ലോ. പക്ഷേ എനിക്കെന്റെ ഡ്യൂട്ടി ചെയ്യാൻ കഴിയില്ലല്ലോ. ഹായ്, എക്സ്ക്യൂസ് മീ ബ്രദർ, എൻ്റെ ബൈക്ക് ഒന്ന് ഇവിടെ ഒന്ന് വെച്ചോട്ടെ. ഓക്കെ, ഒരു 10 മിനിറ്റ് ഇപ്പം തന്നെ വന്നെടുക്കാം. ഓക്കെ ചേട്ടാ, ചേച്ചി, ചെറിയൊരു ഗ്യാപ്പ്, പുള്ളിക്കാരനൊന്ന് കാണാനായിട്ടായിരുന്നു. ഓക്കെ 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 മോനെ, ഒന്ന് മാറിയണം. ഓക്കെ, താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ് മാവലി. മൈ നെയിം ഈസ് സൈമൺ കുരുവിള. ഞാൻ തൊട്ടടുത്ത ജംഗ്ഷനിൽ വന്നപ്പോഴാണ് അങ്ങ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഞങ്ങളുടെ കടയുടെ ഇനാഗ്രേഷനാണ്. മീൻസ് ഞങ്ങളുടെ ഹോം അപ്ലയൻസസിന്റെ കടയാണ്. അതായത് വീട്ടുപകരണങ്ങളാണ് ഞങ്ങൾ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒത്തിരി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ. അപ്പോൾ ഞങ്ങളുടെ കട ഈ തിരുവോണനാളിൽ വന്നൊന്ന് ഇനാഗ്രേറ്റ് ചെയ്യണം. ജനങ്ങൾക്ക് ഒത്തിരി ഓഫറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പോണം. ഹേ, ആഹാ, മാവേലി ഞങ്ങളുടെ വീട്ടിലാണ് വരുന്നത് അല്ലേ തമ്പ്രാന്? തമ്പ്രാന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അമ്മ അവിടെ എല്ലാ അടുക്കളപ്പണിയും അല്ലല്ല എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ വന്നതാ. പിന്നെ തമ്പ്രാൻ വരുന്നതും കാത്ത് മാളൂട്ടി അവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മെ പൂട്ടിയിട്ട് ആ വീട്ടിലോട്ട് ഞാൻ വരണമല്ലേ? സുധേ, കുഞ്ഞിനോട് നമ്മുടെ അന്വേഷണം പറയൂ, പിന്നെ അമ്മയോടും. അയ്യോ, മാവേലിക്ക് എന്റെ പേരൊക്കെ അറിയാവോ? കണ്ടില്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? മാവേലി ആദ്യം ഞങ്ങളുടെ വീട്ടിലേക്കാ വരുന്നത്. തിരുവാതിരാവ് മനസാവണിരാവ് മലയാള ചുണ്ട് തിരുവോണപ്പാട്ട്. തിരുവാതിരാവ് മനസാവണിരാവ് മലയാള ചുണ്ട് തിരുവോണപ്പാട്ട്. അപ്പൂപ്പൻ്റെ അമ്മക്കുട്ടി എവിടെയാ രാവിലെ തന്നെ പോണേ ഓണപ്പാട്ടൊക്കെ പാടി? ഞാൻ കൂട്ടുകാരൊത്ത് കളിക്കാൻ പോവാ. എന്നാലേ കൂട്ടുകാരോടൊക്കെ അപ്പൂപ്പൻ്റെ ഓണാശംസ അറിയിക്കണം കേട്ടോ. ഓണപ്പൂക്കള മത്സരമൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ പോവാണേ. ഓ ശരി ശരി. അയ്യോ അച്ഛാ അച്ഛാ, അവിടെ വളവില് കുറെ ഡോഗ്സ് എന്നെ ഒരെണ്ണം ഡോഗ്സോ? ഓടിച്ചിട്ടുണ്ട്. വേമ അതൊക്കെ ഇവറ്റകളെ കൊണ്ട് വലിയ ശല്യമായാലോ. ദൈവമേ, ഞാൻ പായസം ഉണ്ടാക്കാൻ വെച്ചെന്റെ ഓട്ടുരുളി അതും അക്കളൻ എടുത്തോണ്ട് പോയോ? എങ്ങനെ രക്ഷപ്പെടും? ഓടിത്തള്ളാം. ഭഗവാൻ, അരെ ഭഗവാൻ. ഓടി വരണേ കള്ളൻ, നാട്ടുകാരെ ഓടി വരണേ കള്ളൻ കള്ളൻ. അയ്യോ, എന്റെ നിലവിളക്ക്. ഏതോ ജംഗ്ഷനിൽ അപകടം ഉണ്ടാക്കിയ അതേ ബംഗാളി തന്നെ, എനിക്ക് ഉറപ്പാ. എന്റെ ഓട്ടുരുളി. ഹലോ, എടാ ചുക്കുറ, നീ എവിടെയാണ്?
എടാ ഉച്ചക്കുമ്പോ ഓണസദ്യ കൊടുക്കാനുള്ളതല്ലേ? എവിടെയാണെന്നാ? അത് ശരി. എടാ നമ്മുടെ അമ്പലത്തിന്റെ പുറകിലുള്ള നാടകളരിയുടെ ഓഫീസിൽ. ഹലോ ചേട്ടാ, ചേട്ടന്മാരെ എക്സ്ക്യൂസ് മീ, ഞാനേ മാവേലി നാട് ദിനപത്രത്തിൽ നിന്ന് വരികയാണ്. കഴിഞ്ഞൊരു വർഷമായിട്ട് കേരളത്തിലെ ഒരു വീട്ടിൽ നമ്മുടെ മാവേലി തമ്പുരാനെ ഒരു പ്രതിമയ്ക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്നതിനെ കുറിച്ച് നാട്ടുകാരായി നിങ്ങൾക്ക് തരാനുള്ള വിശദീകരണം എന്താണ്? ആളുകൾക്കിടയിൽ ഒരു അടക്കം പറച്ചിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, കഴിഞ്ഞൊരു വർഷം മുമ്പ് അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് ഈ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പാതാളത്തിലെ ആളുകളോട് യാതൊന്നും പറയാതെയും അദ്ദേഹത്തിന്റെ സ്ഥിരം ഉപയോഗസ്ഥകളായിട്ടുള്ള ആടയാഭരണങ്ങളും ഓലക്കുടയും എടുക്കാതെയാണെങ്കിൽ പോന്നിട്ടുള്ളത്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ഉദ്യോഗസ്ഥർ പാതാളത്തിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അവരുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത്. ചേട്ടാ, അതങ്ങനെയല്ല. ആടയാഭരണങ്ങളും ഓലക്കുടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ കാലൂത്തിയിട്ട് തന്നെ അതൊക്കെ ഏതോ കള്ളന്മാരെ അടിച്ചുകൊണ്ട് പോയി. അതാ സംഭവം. ഓ, മുന്നറിയിപ്പോ? എന്ത് മുന്നറിയിപ്പാണ് കേരളത്തിൽ നിന്ന് പാതാളത്തിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തിന് നൽകിയിരുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അവരെന്ത് കാര്യമാണ് പറഞ്ഞതെന്ന് കൃത്യമായിട്ട് അറിയില്ല മാഡം. ആ ചായക്കടക്കാരൻ ചേട്ടനൊക്കെ ഉണ്ടാവും. ആ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. മാവേലിനാട് ദിനപത്രത്തിന്റെ ലേഖകരുമായി ഇത്രയും നേരം ചെലവഴിച്ചതിൽ ഒരുപാട് സന്തോഷം. ആ വാഴയില എടുക്കുമ്പോ ശ്രദ്ധിക്കണോട്ടാ. ഞാൻ ഇനി ബോധക്കേട് കാണിക്കരുത്. പ്രാണപ്പെട്ടിട്ട് മറ്റേ കീരീതം ചീനൊന്നും എടുത്തോണ്ടിരരുത്. ആ വണ്ടി ഇവിടെ വന്നിട്ട് എടുക്കാം. നീ വേഗം വരാൻ നോക്ക്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കുമ്പോ കൊടുക്കാന്ന് പറഞ്ഞേക്കാണ് ഞാൻ. എന്തോരം ഡെലിവറി ഉള്ളത്? ആ ശരി ശരി ശരി, ഓക്കെ ഓക്കെ. ഞാൻ എപ്പോ തന്നെ എത്തിയേക്കാം. ഇതേ താക്കോല് വണ്ടി തന്നെ വെച്ചേക്കാം. വേഗം വായുണ്ട്. മാവേലിയുടെ എഴുന്നള്ളതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഓരോന്നിനും എഴുന്നള്ളിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിട്ട്. എന്താ മോനെ? ഞാൻ മാവേലിനാട് ദിനപത്രത്തിൽ നിന്ന് വരികയാണേ. അതെ, കഴിഞ്ഞ വർഷം ഈ കേരളത്തിൽ നിന്ന് പാതാളത്തിലേക്ക് വിളിച്ചിട്ട് മാവേലി തമ്പുരാന് എന്തോ മുന്നറിയിപ്പ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണത്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? മോളെ, പത്രത്തിൽ റിപ്പോർട്ട് കൊടുക്കാനല്ലേ? ഇപ്പോ ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ ഒരു ആധിക്യം ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യും, യൂട്യൂബില് ഓഡിയോ ഡ്രാമ മാവേലി മന്നെന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ മോൾക്ക് ഇതിന്റെ മൊത്തം കേസ് ഹിസ്റ്ററിയും കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മളിനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലം അറിയാലോ, വെറുതെ എനിക്ക് വൈകി പാതാളത്തിനോട്. ചക്കാ, നീ വണ്ടി എടുത്തേ. ഇന്ന് തിരുവോണ സദ്യ ഉള്ള ഓഫീസിലെ 11 മണിക്കുമ്പോ എത്തണം. അപ്പോ ഇന്ന് തിരുവോണ സദ്യയൊക്കെ ഉണ്ടല്ലേ? നേരത്തെ പറഞ്ഞത് നന്നായി. വാഴ നനയുമ്പോ ചീരയ്ക്കും കൂടി നനയാലോ. നീ വണ്ടി എടുക്കാതെ എന്ത് നടപടി തീർക്കുന്നേ? വണ്ടി എടുക്കടാ. ഈ ഓണക്കാലായിട്ട് എനിക്ക് എന്തെങ്കിലും പണിയാനുള്ള പരിപാടി ആയിരിക്കും അല്ലേ? ഒന്നുമില്ല, വണ്ടി എടുക്കാന്ന് പറയായിരുന്നു മുതലാളി.